കാർഷിക മേഖലയിൽ സോളാർ പമ്പുകൾ വിപ്ലവം സൃഷ്ടിക്കുന്നു. സൗരോർജ്ജത്തിൽ ജലസേചനം നടത്തുന്ന പദ്ധതിക്ക് പട്ടാമ്പി മേഖലയിൽ തുടക്കമായി. കൃഷിഭവനുകൾ വഴിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പാടശേഖരങ്ങളിലെ ജലസേചന പമ്പുകൾ സൗരവൈദ്യുതിയിൽ പ്രവർത്തിപ്പിക്കുന്ന പദ്ധതിയാണ് പട്ടാമ്പി മേഖലയിൽ പുരോഗമിക്കുന്നത്. സോളാർ പാനലുകളിലൂടെ ലഭ്യമാകുന്ന വൈദ്യുതി ഉപയോഗിച്ച് പാടശേഖരങ്ങളിലെ ജലസേചന മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കുന്നതാണ് പദ്ധതി. ഇതിനായി പാടശേഖരങ്ങളിൽ സോളാർ പാനലുകൾ സ്ഥാപിക്കൽ പുരോഗമിക്കുകയാണ്. പട്ടാമ്പി നഗരസഭയിലെ കൊടലൂർ പാടശേഖരത്തിൽ സൗരോർജ്ജ ജലസേചന പദ്ധതിയുടെ പ്രവൃത്തികൾ പൂർത്തിയാവാറായി. ജലസേചന മാർഗം സോളാർ ആവുന്നത് കർഷകർക്കും വലിയ ആശ്വാസമാണ്. കൃഷിക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ സോളാർ വെച്ചത് കറണ്ട് ബില്ല് ഗവൺമെന്റ് അടച്ചിരുന്നു. അതിപ്പോൾ സോളാർ കൂടെ ഫ്രീ ആയിട്ട് തരുന്നാ പറയണത്. അതിന് മെച്ചം വരുന്നത് അവർ എടുക്കും അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇപ്പോൾ ഒരു 8-10 വെച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ കൂടി വെക്കാൻ ബാക്കിയുണ്ട്. ഓടി അടുത്ത് വെക്കുന്ന പറഞ്ഞു പോയിട്ടുള്ളത്. ഏതായാലും കൃഷിയെ സംബന്ധിച്ചോ ഒരു ആശ്വാസമാണ്. കാരണം കറണ്ട് ബില്ല് നിലവിൽ ഉണ്ടായിരുന്നത് അവർ ഗവൺമെൻറ് നിർത്തുകയെന്ന് പറഞ്ഞേക്ക് സോളാറുമായി ബന്ധപ്പെട്ട് അവർ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് കൃഷിക്കാർക്ക് ഗുണം ചെയ്യും എന്നാണ് പറയാം. പട്ടാമ്പി, കൊപ്പം, പരുതൂർ, വല്ലപ്പുഴ കൃഷിഭവനുകളുടെ കീഴിൽ 20ഓളം സൗരോർജ്ജ പാനലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ നടന്നു വരുന്നുണ്ട്. പട്ടാമ്പിയിൽ 10ഉം പരുതൂരിൽ 6ഉം കൊപ്പത്ത് 1ഉമാണ് ഉടനെ പൂർത്തിയാവുക. കിസാൻ ഊർജ്ജ സുരക്ഷാ ഉദ്ധാൻ മഹാഭിയാൻ PM കുസും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പാനൽ വയ്ക്കുന്നത്. തുകയുടെ 30% കേന്ദ്രവും ബാക്കി 70% നബാർഡിൽ നിന്നുള്ള വായ്പയുമാണ്. അതുകൊണ്ട് പദ്ധതി സ്ഥാപിക്കാൻ കർഷകർക്ക് ബാധ്യത വരില്ല. കാർഷിക വകുപ്പിന്റെ സൗജന്യ വൈദ്യുതി പദ്ധതിയിൽ ഉൾപ്പെട്ട 30 സെന്റിനും 5 ഏക്കറിനും ഇടയിൽ പാടമുള്ള കർഷകരുടെ പമ്പ് സെറ്റുകൾക്കാണ് സൗരോർജ്ജ പാനലുകൾ വഴി വൈദ്യുതി നൽകുന്നത്. NCV ന്യൂസ്, തൃത്താല. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.